അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് ഞാൻ എൻ്റെ ചിന്ത, ഞാൻ ഏതെങ്കിലും സത്യസായി ബാബയുടെ അങ്ങോട്ട് പോകണോ, അമൃതാനന്ദമേ അങ്ങോട്ട് പോകണോ, എനിക്ക് ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. എനിക്ക് അദ്ദേഹം ഇരിക്കുന്ന മുറിക്കകത്തോട്ട് കയറാൻ വയ്യ. അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ആലോചിച്ചു, എൻ്റെ മക്കളുണ്ടല്ലോ, അപ്പോൾ ഒരു ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 2 മക്കൾ, ഇനി അവർക്ക് വേണ്ടി ജീവിക്കും. ഇനി അവർ ഇപ്പം ഞാൻ എൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെ ആയിപ്പോൾ അവർ വല്ലാണ്ട് വിഷമിക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും വളരെ സിൻസിയറായിരിക്കും. ഒരു ഷൂട്ടിങ്ങിന് പോയാൽ 9 മണിക്ക് പറഞ്ഞാൽ 9 മണിക്ക് എത്തിയിരിക്കും. പിന്നെ അവിടെ അങ്ങ് ഒരു കള്ളത്തരം. അതുകൊണ്ടാണ് എനിക്ക് ഈ മരുന്നുണ്ടാക്കുന്ന കാര്യത്തിലേക്ക് ഇത്രയും ഒരു സിൻസിയറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ പിന്നെ എന്തെന്ന് വെച്ചാൽ ഞാൻ തനിയെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നുക, ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നുക, ഇപ്പോൾ ഒന്ന് വന്നിരുന്നെങ്കിൽ ആരും കാണില്ലല്ലോ, എനിക്ക് മാത്രം കാണാൻ മതിയല്ലോ. അങ്ങനെ ചില സിനിമയെ നമ്മൾ കണ്ടിട്ടില്ലേ, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ. അതുപോലെ ഈ പ്രൊഫസർ മുതുകാടൻ നല്ല ചായ ഉണ്ട് ഡോക്ടർ, അറിയാമല്ലോ. പുള്ളി എനിക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ എനിക്ക് കാണാൻ വയ്യ, ഞാൻ ഓഫ് ചെയ്യും. ആ പുള്ളി സംസാരിക്കുന്നതും ആ ഒരു ഫേസാണ് കുറച്ചുകൂടി ചെറുപ്പത്തിലുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിലിരിക്കുന്ന ഫോട്ടോ കണ്ടാലേ അറിയാം. അപ്പോൾ ഞാനൊരിക്കൽ മുതുകാടിനോട് തന്നെ പറഞ്ഞു, നിങ്ങളെ കാണുമ്പോൾ എൻ്റെ ഓർമ്മ വീണ്ടും പഴയതിലോട്ട് പോകുന്നു എന്നിങ്ങനെ. അങ്ങനെ കുറച്ച് ദിവസം ഞാൻ ഭയങ്കര പ്രശ്നം, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ഇപ്പോഴും കൂടെ വെറുതെ ഇരിക്കുമ്പോഴെങ്കിൽ എനിക്ക് തോന്നാറുണ്ട്, ഇപ്പോൾ ഒന്ന് വന്നിരുന്നെങ്കിൽ. പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഇടിയൊക്കെ ഭയങ്കര പേടിയാണ്. രാത്രി ഞാൻ ശബ്ദം കേട്ട പെട്ടെന്ന് എണ്ണീക്കും. അപ്പോൾ പേടിക്കണ്ട കേട്ടോ. കുറച്ച് ദിവസമൊക്കെ എനിക്ക് തോന്നിയിരുന്നു, ഇങ്ങനെ ഇടിയൊക്കെ വെട്ടുമ്പോൾ ഞാൻ എണ്ണിച്ചിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, അടുത്തിരുന്ന് എന്നോട് പറയുന്നുണ്ട്, പേടിക്കണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാൻ പിന്നെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. മക്കളുണ്ട്, അവരോട് ജീവിക്കട്ടെ. പിന്നെ എൻ്റെ മോനാണ് കൂടുതൽ എന്നോട് പറയുന്നത്, അമ്മേ ഇതൊക്കെ ജീവിതമല്ലേ. പിന്നെ പുള്ളിയുടെ ഒരു ജാതകത്തിൽ പുള്ളി 2007 അപ്പുറം ഇല്ലയെന്നായിരുന്നു, 2005 മരിച്ചു. അപ്പോൾ പുള്ളി എന്താ വെച്ചാൽ ഇവിടെ കൊണ്ടുപോയി നമ്മളെ അവിടെ എല്ലാം വിറ്റ്, പുള്ളിക്ക് ഇങ്ങനെ അസുഖം വന്നപ്പോൾ തന്നെ ഇവിടെ കൊണ്ടുവന്നു, സെറ്റിൽ ചെയ്തു, വീടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ്, നീ ഇനിയിപ്പം ഞാൻ 23 വർഷമായിട്ട് ഒരു പാട്ടും പാടാതിരുന്നു. അല്ല, ശരിക്കും വയ്യാതായിട്ടാണോ തിരുവനന്തപുരത്തേക്ക്? അതെ, വയ്യാതായിട്ടാണോ. അതെ, ഈസോഫാഗിൽ ഒരു പൊട്ടൽ വന്നു, ബ്ലഡ് വൊമിറ്റ് ചെയ്തു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പറഞ്ഞത് അഭിനയിക്കാൻ ഇല്ല, അഭിനയിക്കാൻ ഇറങ്ങിക്കോളാൻ പറഞ്ഞില്ല. ഞാനിവിടെ വന്ന് താമസിച്ചപ്പോൾ ഒരുപാട് സീരിയൽ ആൾക്കാരൊക്കെ വന്നു, അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് തോന്നി, അഭിനയിച്ചോട്ടെ, നല്ല വേഷമാണെങ്കിൽ അഭിനയിച്ചാൽ മതി. പക്ഷേ കൂടുതലും പാട്ട് വീണ്ടും ഒരു റിവിഷൻ പോലെ പാട്ട് പഠിക്കുന്നതിന് വേണ്ടി നെയ്യാറ്റിൻകര വാസൻ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയാക്കി അദ്ദേഹം വേറൊരാളെ പരിചയപ്പെടുത്തിയ വയ്യാങ്കര മധു എന്ന് പറയുന്നത്. അങ്ങനെ എന്നോട് പറയുന്നത് ഈ കച്ചേരി ചെയ്യണം. അപ്പോൾ ഞാൻ 23 വർഷം പാടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ടാമത് പാടി നോക്കിയപ്പോൾ എൻ്റെ ശബ്ദത്തിൻ്റെ ഒരു കുഴപ്പമില്ല. അവരെല്ലാം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അപ്പോഴും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും ഞാൻ കച്ചേരിക്ക് പോയില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് വേറൊരു ചാനൽ എന്നെ ഇങ്ങനെ പാട്ട് പാടാനൊക്കെ വന്നു. അങ്ങനെ ആ പാട്ട് കേട്ടിട്ടാണ് വീണ്ടും ഞാൻ കച്ചേരിക്ക് പോകാൻ തുടങ്ങിയത്. ഡോക്ടർ, സാധാരണഗതിയിൽ ഡോക്ടറുടെ അടുത്ത് വരുന്ന, അതായത് ഇങ്ങനെ വൈധവ്യത്തിലൂടെ അവർക്ക് വരുന്ന ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് ഇന്നയാളെ കാണുമ്പോൾ ഇന്നയാളെ പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് സങ്കടമാണ് അവർ ഏറ്റവും കൂടുതൽ പറയുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു ഡെത്ത് ഈ പറഞ്ഞ പോലെ സംഭവിച്ചു കഴിയുമ്പോൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഹാപ്പൻ എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ഒരു നംനെസ് ആണ്. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും, ഇറ്റ് ഹസ് ഹാപ്പൻ. അതിനുശേഷം ഉണ്ടാകുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇമേജുകൾ ഓർത്തു പോകുന്നതാണ്. കാരണം ഒരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹം മാറിപ്പോകുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും. ചിലപ്പോൾ പേനയാവാം, പുസ്തകങ്ങളാവാം, ഇരുന്ന മുറിയാവാം, അദ്ദേഹത്തിൻ്റെ രൂപമാവാം, ഇട്ടിരുന്ന ഷർട്ടിൻ്റെ മണമാവാം, ഇങ്ങനെ പലതുണ്ടാവും. ഈ കാര്യങ്ങൾ പലതും ഈ മനസ്സിൽ കടന്നു വരികയും ഒരർത്ഥത്തിൽ ഈ നമ്മുടെ ജസ്റ്റിസ് കൃഷ്ണാരിനെ വൈഫുമായിട്ട് സംസാരിക്കുന്നില്ല, ഇങ്ങനെ ഒരു ഹലൂസിനേഷൻ പോലെ അനുഭവപ്പെടുന്ന ആൾക്കാർ വരെ ഉണ്ടാവും. കാരണം അതിലൂടെ അവർക്ക് ഒന്ന് തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ളൊരു ധാരണയാണ്. ഒരു മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു വിഷാണ് അവിടെ ഈ ഹലൂസിനേറ്ററി എക്സ്പീരിയൻസ് പോലെ കാണിക്കുന്നത്. അത് യഥാർത്ഥൊരു ഹലൂസിനേഷൻ അല്ല, സ്യൂഡോ ഹലൂസിനേഷൻ എന്ന് വിളിക്കും. ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകും. എവിടെയാണ് ശരിക്കും നഷ്ടബോധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ചിലപ്പോൾ ഒറ്റയ്ക്കൊരു യാത്ര ചെയ്യുന്നു, പണ്ട് കൂടെ ഉണ്ടായിരുന്നു, സംവെയർ വി വെർ നോട്ട് കംഫർട്ടബിൾ, അവിടെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു, അവിടെ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ നഷ്ടം വരുമ്പോൾ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന സ്ഥലത്ത് നമ്മൾ വീണ്ടും എത്തുന്ന അവസരത്തിൽ ആ മനുഷ്യൻ്റെ നഷ്ടം, എസ്പെഷ്യലി വികാരങ്ങളുടെ ഏറ്റവും തീവ്രത അനുഭവപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെ ആവും നമ്മളെ നഷ്ടബോധം ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത്. തങ്കം, ഇപ്പൊ
ഇപ്പൊ ഡോക്ടർ പറഞ്ഞ മാതിരി ഇങ്ങനെ എനിക്കറിയാവുന്ന തങ്കത്തിന് ഈ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് ഞാൻ സത്യത്തിൽ തങ്കത്തിന്റെ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ഞാൻ ചിന്തിച്ചത് അദ്ദേഹം ഇവിടെ എവിടെയോ ഉണ്ട്. അങ്ങനെയായിരുന്നു ആ വീട്. അദ്ദേഹത്തിന്റെ ബെഡ്റൂം ഒക്കെ തങ്കം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയായിരുന്നു. ഈവൻ ബാത്റൂമിന്റെ നടയിൽ അദ്ദേഹം ഇടുന്ന ചെരുപ്പും അല്ലേ, ബെഡിന് തൊട്ട് താഴെ അദ്ദേഹം വീട്ടിനകത്തിടുന്ന ചെരുപ്പ്. തങ്കം എന്താണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കാരണം? അദ്ദേഹം എനിക്ക് മരിച്ചു പോയിട്ടുണ്ടെന്ന് ഇപ്പോഴും തോന്നാറില്ല. എല്ലാ റൂമിലും അദ്ദേഹത്തിൻ്റെയും മോൻ്റെയും അവർ യൂസ് ചെയ്ത സാധനങ്ങളും ലാസ്റ്റ് ഡേയിൽ അവർ ഇട്ടിരുന്ന ഡ്രസ്സ് പോലും, ഈവൻ ഡെഡ് ബോഡിയിൽ നിന്ന് ഞാനത് ഇപ്പോഴും അത് സൂക്ഷിക്കുന്നുണ്ട്. അവർ എല്ലാ സാധനങ്ങളും എനിക്ക് അവർ പോയി എന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. എല്ലാ മുറിയിലും അവരുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള അങ്ങനെ അതിലാണ് എനിക്ക് സന്തോഷം ഞാൻ കാണുന്നത്. ബിക്കോസ് അവരെൻ്റെ കൂടെ ഉണ്ട്, അവരെവിടെയും പോയിട്ടില്ല. അല്ലെങ്കിൽ അവർ പോയി എന്നൊരു വിചാരം വന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആരുമില്ല, ഞാൻ എല്ലാ അർത്ഥത്തിലും തനിച്ചാണ്. മോനും പോയി, ഹസ്ബൻഡും ഇല്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് എപ്പോഴും ഉണ്ടാവും. ഞാൻ ഇപ്പോഴും ഇന്ന് രാവിലെ തിരിച്ചപ്പോഴും രണ്ടാളിനോട് യാത്ര പറഞ്ഞിട്ട് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വന്നേ. ഞാൻ വായിച്ചിട്ടുണ്ട് തങ്കം ശരിക്കും നിങ്ങൾ രണ്ടുപേരും ഏകദേശം ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു മുഹൂർത്തത്തിലേക്ക് പോയി എന്നല്ലേ? അത് മോന്റെ മരണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സമയത്ത് മോൻ ബാംഗ്ലൂരിൽ പഠിക്കുമ്പോഴായിരുന്നു ബൈക്ക് ആക്സിഡന്റിൽ മോൻ മരിച്ചത്. മോന്റെ മരണം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പൂനെയിലായിരുന്നു. ഞങ്ങൾ തന്നെ ഒരു കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ പോസ്റ്റിംഗ് വാങ്ങി കൊല്ലം NCCയിൽ വന്നിരുന്നു അദ്ദേഹം. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി എന്തിന് ജീവിക്കുന്നു? ബിക്കോസ് ആരും ഇല്ല, ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നത് മോൻ മാത്രമായിരുന്നു. അപ്പം ജീവിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവർക്കും ലെറ്റർ എഴുതി വെച്ചിട്ട്, ഈവൻ എൻ്റെ ബ്രദറുണ്ട് ഒരു IPS ഓഫീസർ, പുള്ളിക്ക്, ഞങ്ങളുടെ റിലേറ്റീവ്സിന്, ജഡ്ജിന്, പോലീസ് ഓഫീസറിന്, എല്ലാവർക്കും ലെറ്റർ എഴുതി വെച്ചിട്ട് ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ വില്ല് പോലെ എഴുതി എന്തൊക്കെ ചെയ്യണം, അങ്ങനെ മോന് വേണ്ടിയിട്ട് മോൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, അങ്ങനെയെല്ലാം ഞങ്ങൾ എഴുതി വെച്ചിട്ട് ഞങ്ങൾ കൊല്ലത്തുനിന്ന് ഞങ്ങളുടെ ഓൺ കാറിൽ, ആർമിയുടെ സ്റ്റാഫ് കാർ യൂസ് ചെയ്യാതെ ഞങ്ങളുടെ കാറിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഡ്രൈവ് ചെയ്ത് ട്രിവാൻഡ്രത്ത് എവിടെയെങ്കിലും ഒരു ഹോട്ടൽ റൂം എടുത്തിട്ട് സൂയിസൈഡ് ചെയ്യാമെന്ന് വെച്ചിട്ട്, അത് 2003 ഫെബ്രുവരി 12 അത്. ഞങ്ങൾ പാരിപ്പള്ളി വരെ വരികയും ചെയ്തു. എൻ്റെ വെഡ്ഡിങ് സാരിയൊക്കെ ഞാൻ എടുത്തിരുന്നു മരിക്കുമ്പോൾ, അത് എൻ്റെ ഇടാനായിട്ടൊക്കെ. അവിടെ വരപ്പോൾ ഞങ്ങൾ മ്യൂസിക്കൊക്കെ ഇട്ട് ഇങ്ങനെ പോവാം. ഞങ്ങൾക്കറിയാം ഞാൻ തിരിച്ചു വരില്ല, തിരിച്ചു വരാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ നിന്നപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ നമുക്ക് മരിക്കണോ? ചേട്ടൻ പറഞ്ഞു മോനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എനിക്ക് ജീവിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ മോൻ ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞാണ് 2 വർഷം കഴിഞ്ഞാണ് മോനുണ്ടായത്. എനിക്ക് ചേട്ടനും ഞാനും മാത്രം പോരെ. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാണ്. അന്ന് അത് കഴിഞ്ഞൊരു 2 years കഴിഞ്ഞപ്പോഴായിരുന്നു ചേട്ടൻ ക്യാൻസർ വന്ന് മരിച്ചത്. അതും പെട്ടെന്നായിരുന്നു, 29 ഡേയ്സേ ഉള്ളായിരുന്നു അറിഞ്ഞതിന് ശേഷം. അപ്പം എനിക്ക് തോന്നി അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്കിത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഒറ്റപ്പെടുമ്പം വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്ത് ചെയ്യും എന്നെനിക്ക് അറിയാൻ വയ്യാതിരുന്നു. എനിക്ക് ATM പോയി പൈസ പോലും എടുക്കാൻ അറിയാൻ പാടില്ലാത്തൊരു സമയത്തായിരുന്നു ഹസ്ബൻഡ് പോയി. ബിക്കോസ് ആർമിയിലെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, എനിക്ക് അങ്ങനെയൊന്നും ഒറ്റയ്ക്കൊന്നും എടുക്കേണ്ടിയൊന്നും ആവശ്യം വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നൊരു വീട് വെച്ചു, സ്വന്തമായിട്ട് ഞാനൊരു വീട് വെച്ചു. എല്ലാം അദ്ദേഹത്തിൻ്റെ, ആ വീടിന് പേര് പോലും ഞാൻ ഓർമ്മന്നായിട്ട്, മോൻ്റെയും ഏട്ടൻ്റെയും പേര് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാണ് ജീവിച്ചേ പറ്റൂ. കാരണം എനിക്ക് സൂസൈഡ് ചെയ്യാനൊരു ഭയമുണ്ട്, ചിലപ്പോൾ മരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്നേ മരിച്ചേനെ. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. പേരെന്താ? എന്റെ പേര് സുമ. സുമ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു? അതെ, ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരനുള്ള സമയത്ത് ഞാൻ വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡറായിട്ട് കുടുംബശ്രീ വഴി ഡെയിലി വേജസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ആ ഓഫീസും വീടുമായിട്ടുള്ളൊരു ബന്ധമല്ലാതെ പുറം ലോകമായി എനിക്ക് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട്, എന്നെ ആരെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ, ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ, അതായത് എനിക്ക് ഫീൽഡ് വർക്കാണ്, മീറ്റർ റീഡിങ് പോവുക എന്നാണ്. അപ്പം വഴിക്ക് വെച്ച് ആരെങ്കിലും ജസ്റ്റ് ഒരു മീറ്റർ, ഒരു കൺസ്യൂമർ എനിക്കൊരു സംശയം ചോദിച്ചാൽ പുള്ളിയോട് എനിക്ക് പറയാനൊരു മടിയാണ്. കാരണം ഞാൻ തിരിഞ്ഞു നോക്കും, എന്നെ അറിയപ്പെടുന്നവരാണ് എല്ലാവരും. അപ്പം എന്നെ ആരെങ്കിലും കണ്ടോ
എനിക്ക് ആ സംശയാസ്പദമായ രീതിയിൽ. കാരണം അത് സ്വയം തോന്നുന്നതാണ് അല്ലേ? സ്വയം തോന്നുന്നല്ല മാഡം, അത് ഒരുപാട് അവസരങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആണോ ആൾക്കാരുടെ വിമർശനങ്ങൾ എന്ന് വെച്ചാല് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ എനിക്ക് നല്ല സഹകരണമായിരുന്നു. പക്ഷെ അതിലുപരി ഓരോരുത്തരെയും നാട്ടുകാർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാകുമോ എന്നൊരു ഭയം. സാധാരണഗതിയിൽ ഈ ഭർത്താവുമായിട്ട് ഒരുമിച്ച് പോകുമ്പോൾ സമൂഹത്തിൽ നമ്മൾ ആരോട് സംസാരിച്ചാലും പ്രശ്നമില്ല. പക്ഷെ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ മറ്റൊരു പുരുഷനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ സമൂഹത്തിൽ നേരിടാറുണ്ട്. സമൂഹത്തിൽ നേരിടാറുണ്ട്. പ്രത്യേകിച്ച് വിധവകളായിരിക്കുമ്പോൾ മറ്റുള്ള പുരുഷന്മാരുടെ, എന്നാൽ ചെറുപ്പക്കാരിയൊക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു പുരുഷനോട് സംസാരിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർ ഏത് രീതിയിൽ അതിനെ ഫേസ് ചെയ്യും, അവർ ഏത് രീതിയിൽ നമ്മളെ കാണും എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട്. നീന ഈ ഹസ്ബൻഡുമായി, അതായത് അദ്ദേഹം മരിച്ചു, അതിനുശേഷമുള്ള ജീവിതം ഓഫീസിൽ നമ്മൾ ആൾക്കാരുമായിട്ട്, നമുക്ക് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടാവില്ലേ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര്, അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഓഫീസിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓഫീസിൽ വലുതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല, എന്നാലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പലയിടത്തും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ നിൽക്കാൻ പഠിക്കും. നമ്മൾക്ക് തന്നെ തനിച്ചാണെന്ന് വരുമ്പോഴത്തേക്കും പല സൈഡിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ചില ആൾക്കാരിങ്ങനെ കുത്തി നോവിക്കുന്നതിൽ സന്തോഷം എന്ത് പറഞ്ഞാ കുത്തി നോവിക്കില്ല? ചിലപ്പോൾ പറയും നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നത്, ഇങ്ങനെ ചിലർ പറയും നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ്. ഓർക്കുമ്പം തോന്നും എന്തേ, പിന്നെ വിചാരിക്കും ഇങ്ങനെ ആദ്യം. പക്ഷെ പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ കുറേ കുത്തി നോവിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് ഇമ്മ്യൂണായിട്ട് വരും. നമുക്കത് പിന്നെ പറയും നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണമല്ലോ, ഇവരെന്താ ഇങ്ങനെ പറയുന്നത്, നമ്മൾ ജീവിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ എനിക്കൊരു മോനേ ഉള്ളൂ. അപ്പോൾ മോനും പുറത്ത് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് പഠിക്കാൻ പോയി. പുള്ളി മരിച്ച 1 വർഷം കഴിഞ്ഞപ്പോൾ മോനും പുറത്ത് പോയി. അപ്പോൾ ഞാൻ ശരിക്കും ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. അപ്പോൾ ഇതുപോലെ കാറിൽ, ഇപ്പോൾ ഞാനും ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ ഒത്തിരി നമുക്ക് ആണുങ്ങളുമായിട്ട് ഇടപഴകേണ്ടി വരും. ഒത്തിരി ചിലപ്പോൾ ഇപ്പോൾ കാറിലാണ് ഞാൻ. പുള്ളി മരിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ ഈവനിങ് ആകുമ്പോൾ, പുള്ളി വരുന്ന സമയമൊക്കെ ആകുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ MBA കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഈവനിങ് ക്ലാസ്സിൽ അങ്ങ് പഠിക്കാൻ പോയി. അങ്ങനെ 3 കൊല്ലം പോകും. അപ്പോഴത്തേക്കും ചില ആൾക്കാരിൽ നിന്ന് ഇവരെന്തിനാണ് ഇപ്പോൾ ഈ പഠിക്കാൻ പോകുന്നത്, ഇവർ ഈ ഒരു സ്ഥലത്തുനിന്ന് കേട്ടാണ് ഭർത്താവുള്ളപ്പോൾ ഒരു 5 മണിക്ക് വീട്ടിൽ വന്നിരുന്നവരാണ്, ഇപ്പോൾ പഠിക്കാനെന്നും പറഞ്ഞ് പോകുന്നു. രാത്രി 10 മണി ആകുമ്പോഴേ വരുന്നുള്ളൂ, എവിടെ പോകണോ എന്തോ. ഇങ്ങനെയൊക്കെയുള്ള കമൻസ് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. പിന്നെ ചിലപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് വരുമ്പോഴത്തേക്കും, അതും ചിലതിൽ കൂടുതൽ ലേഡീസിൽ നിന്നാണ്, ആണുങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ ഈ കുത്തി നോവിക്കുന്നത് കൂടുതലും, എല്ലാവരും ഒന്നും പറയുന്നില്ല, അപൂർവം ചിലയിടത്തു നിന്നാണെങ്കിലും കൂടുതലും പെണ്ണുങ്ങളിൽ നിന്നാണ് നമുക്കുണ്ടാകുന്നത്. അവരല്ലേ, അവർ തനിച്ചല്ലേ, അവർക്ക് എന്ത് വേണമെങ്കിലും നേടിയെടുക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ വളരെ ഭയങ്കര വേദന തോന്നും. നമുക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടിരിക്കുകയല്ലേ, അതിൽ കൂടെ ഇങ്ങനെ കുത്തി നോവിക്കുകയും കൂടെ ചെയ്യുന്നുള്ളൂ. പക്ഷെ കുറേ കഴിയുമ്പം നമ്മൾ അതിനകത്തെല്ലാം പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു മനോധൈര്യം നമുക്ക് കിട്ടും. അവർ പറയുമ്പോൾ എന്നെ ആരോ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടുണ്ട്, യു ആർ സക്സസ്ഫുൾ, അതുകൊണ്ടാണ് ആൾക്കാർ വേദനിപ്പിക്കുന്നത്, മാങ്ങയുള്ള മാവിലെ കല്ലെറിയുള്ളൂ, സോ ഡോണ്ട് ബോദർ, യു ആർ കമ്മിങ്. എനിക്ക് തോന്നുന്നു ഈ ജോലി എന്ന് പറയുന്നത് ഒരുപാട് റിലീഫ് തരുന്നുണ്ട്, വളരെ 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 റിലീഫായിരുന്നു. ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ഡൈവേർഷൻ കിട്ടുന്നുണ്ടല്ലോ. ചേച്ചി എപ്പോഴും പറയും വീട്ടില് ആണുങ്ങളില്ലെങ്കിൽ മക്കളെ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചേച്ചിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? അദ്ദേഹം മരിച്ചതിന് ശേഷം ഈ കുട്ടികളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്. കാരണം ഒന്നും ആയിരുന്നില്ല, മോനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, മോളൊന്നും 4ാം ക്ലാസ്സിലെ മറ്റേ ആയിട്ടുള്ളൂ. അപ്പം എനിക്ക് തോന്നിയിരുന്നു ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും എന്തൊക്കെ. ഞാൻ ആദ്യം മുതലേ തുടങ്ങണം. കാരണം ICUയിൽ അദ്ദേഹം കിടക്കുമ്പോൾ തന്നെ എനിക്കറിയാൻ വയ്യ എൻ്റെ ബാങ്ക് അക്കൗണ്ട് എവിടെയാണ്, എൻ്റെ ബാങ്കിൻ്റെ ലോക്കർ കീ എവിടെ വെച്ചിരിക്കുന്നു, ഒന്നും അറിയില്ല. അന്ന് ആ കാർഡിലും കണ്ട് കുറച്ച് പൈസ ഉണ്ട്, ബാക്കി പൈസ ഇനിയും വേണമല്ലോ. അപ്പം എൻ്റെ റിലേറ്റീവ് ഒരാളോട് ചോദിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരനോട് ഉടനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മാല എന്തൊക്കെ ഇല്ല, ഉടനെ കൊണ്ടുപോയി വിറ്റുകൂടെ എന്നാ, ക്ലോസ് റിലേറ്റീവാണ്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ അപ്സെറ്റ് ആകും. അപ്പോൾ എനിക്കൊന്നും അറിയാൻ വയ്യ, ഞാനൊരു ചെക്ക് സൈൻ ചെയ്തിട്ടില്ല, എൻ്റെ പേരിൽ എന്തോ ഉണ്ട്, ഒന്നും അറിയില്ല 23 വർഷമായിട്ട്. അപ്പോൾ എന്നോട് ഡോക്ടർ ഇടയ്ക്ക് പറയുമായിരുന്നു നീ ഇതൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചോ പിന്നെ നോക്കാവുന്നേ. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെ കൊടുക്കും ICUയിൽ ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ പോയി ചോദിക്കുക ഈ ലോക്കറിൻ്റെ കീ ഒക്കെ എവിടെയാ, എന്തുവാണെന്ന്. എനിക്കെന്ത് എനിക്കൊന്നും അറിയില്ല.
ഇത് മാസ്ക് മാറ്റിയിട്ട് എഴുതി തന്നു. ആ ഒരു നിമിഷം ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പിന്നെ രണ്ടാമത് ഒന്നേന്ന് തുടങ്ങി എല്ലാം. പക്ഷെ ഒരു കാര്യം, ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവില്ല, ക്ലോസ് റിലേറ്റീവ്സ് പോലും ഉണ്ടാവില്ല. ഞാനെല്ലാം പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞു കുറേ നാൾ കഴിയുമ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, വീണ്ടും കല്യാണം കഴിക്കുമോ? അതാണ് അടുത്ത ചോദ്യം. ഇപ്പം എല്ലാം പഠിച്ചു ജീവിതത്തിൽ. പിന്നെ എൻ്റെ സപ്പോർട്ടാണ് എൻ്റെ മക്കളാണ് ഈ സപ്പോർട്ട്. പക്ഷേ ഇപ്പോഴും എന്താണെന്ന് വെച്ചാൽ അവർ പുറത്തു പോയി എനിക്ക് പേടി, അവർക്ക് എന്തെങ്കിലും സംഭവിക്കും. ഒരു വൈധവ്യത്തിലെത്തി നിൽക്കുന്ന വ്യക്തി സാമ്പത്തികമായിട്ട് ഭദ്രതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയില്ലെങ്കിൽ ഇവർക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്താണ്. സാമ്പത്തിക ഭദ്രത ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു പ്രധാന കാര്യം, ഒന്ന് സമൂഹത്തിൻ്റെ മനോഭാവമാണ്. സമൂഹത്തിൻ്റെ മനോഭാവം എന്ന് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ ഈ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരാളാണ് വരുന്നതെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പം എൻ്റെ നാട്ടിലും വീട്ടുകാരും പറയുമായിരുന്നു, ആ സമയത്ത് പോകാൻ പാടില്ല, ശകുനം, അപശകുനം. ഞാൻ പക്ഷെ മനഃപൂർവ്വം അങ്ങനെ പോകത്തുള്ളായിരുന്നു, നോക്കി നിൽക്കുമായിരുന്നു കുട്ടിക്കാലം മുതൽക്ക്. കാരണം എനിക്കൊരു സന്തോഷമാണ്, അങ്ങനെ പോകുമായിരുന്നു, നോക്കട്ടെ പരീക്ഷ എന്താവും നോക്കട്ടെ എന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ധാരണകൾ ചില സമൂഹങ്ങളിൽ, കേരളത്തിലും തിരുവനന്തപുരത്തും കല്യാണങ്ങൾക്ക് പോലും അത്തരം ആൾക്കാരെ വിളിക്കാൻ മടിക്കുന്ന ചില സംസ്കാരവും സംഭവങ്ങളുണ്ട്. മംഗളകാര്യങ്ങൾക്ക് പാടില്ല. അപ്പോൾ ഇങ്ങനെ വളരെ റിജിഡായിട്ട് മനുഷ്യരെ തകർക്കുന്ന നിലയ്ക്കുള്ള ഒരു സാമൂഹിക മനോഭാവമുണ്ട്. മറുഭാഗത്ത് ഒരു വ്യക്തിയുടെ ഒരു സ്പൗസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, നമ്മുടെ കഴുകൻ കണ്ണുമായി നോക്കിയിരിക്കുന്ന പുരുഷന്മാരുമുണ്ട്. ഈ പൊട്ടിൻ്റെ പ്രാധാന്യം, മുകളിലൊരു പൊട്ട് വയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം പലപ്പോഴും അതാണ്. ഇല്ലെങ്കിലും പൊട്ട് വെച്ച് പോകുന്നതിൻ്റെ പ്രാധാന്യം അതിലാണ്. കാരണം ഇല്ലാത്തവരും പൊട്ട് വയ്ക്കുന്നത് പുറത്തിറക്കും വയ്ക്കുന്നത് ഭയന്നിട്ടാണ്. കാരണം ഇല്ലെങ്കിൽ എക്സാക്ട്ലി ഒരു പ്രൊട്ടക്ഷൻ, ഒരു ലെയറാണ്, ഒരു ഇതാണ്. അതുകൊണ്ട് ആത്മവിശ്വാസം, ഒരു ഷീൽഡിന് വേണ്ടിയാണ് അത്. അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യം, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന, പിന്നെ ഈ ആദ്യം പറഞ്ഞ കുത്തുവാക്കുകൾ വളരെ സത്യമാണ്. ആ കണ്ടില്ലേ, ഭർത്താവ് മരിച്ചിട്ടും അവൾക്ക് എന്താ കുറവ്? അതെ, മുടിയൊക്കെ സ്ട്രൈറ്റൻ ചെയ്ത് നല്ല പട്ട് സാരി കൊടുത്തല്ലേ പോകുന്നത്. അതേസമയം ഇത് പിന്നെ കുരുങ്ങിക്കൂടി ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ആൾ വെരി ഹാപ്പി. അപ്പം ഇങ്ങനെ വളരെയധികം ഒപ്രസ് ചെയ്യുന്ന, തകർക്കുന്ന, ഒട്ടും പോസിറ്റീവ് അല്ലാത്ത, സോഷ്യൽ സപ്പോർട്ട് ഇല്ലാത്ത സമൂഹം. എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് ഫാക്ടർ ഇതാണ്. രണ്ടാമത്, ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു എല്ലാ ഭർത്താവ് ആരായാലും കല്യാണം കഴിച്ച് പോകുമ്പോൾ തന്നെ ജീവിതത്തിൽ ഭാര്യയെ കുറെ ഇൻഡിപെൻഡൻ്റ് ആക്കണം. ATM-ൽ അറിയില്ല, അല്ലെങ്കിൽ സ്ഥലം അറിയില്ല, അറിയില്ല, ഇപ്പോൾ വളരെ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ സ്ഥലം അറിയത്തില്ല. ഇത് നമ്മളെ സ്വാർത്ഥത കാരണം അല്ലയോ പലപ്പോഴും ചെയ്തു പോകുന്നത് അതൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടും. പക്ഷെ ആദ്യം മുതൽക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പൊതുവെ പുരുഷന്മാർക്ക്, മോസ്റ്റ് ഓഫ് ദ പുരുഷന്മാര് ഭാര്യ എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് പറയുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്തുന്നവരും, ഞാൻ ഇല്ലെങ്കിൽ അവിടെ തകർന്നു പോകും. എല്ലാവരും അങ്ങനെ അല്ല, പക്ഷെ അങ്ങനെ ആവുന്ന നല്ലതല്ല, തീർച്ചയായിട്ടും നല്ലതല്ല. കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആക്കേണ്ട നിലയ്ക്ക് ആക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതൊരു വലിയൊരു ട്രാപ്പാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞു, സ്നേഹം എന്നുള്ളൊരു സ്നേഹപ്പാര എന്ന് പറയുന്നില്ല, സംശയമൊന്നും. സത്യത്തിൽ ഒരു സ്നേഹപ്പാര. നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരി തങ്കത്തിന് ഇങ്ങനെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങനെയുള്ള, അതായത് ഈ ആണുങ്ങളുടെ ചില അനോണിമസ് കോൾസ് വരാറുണ്ടായിരുന്നു. അല്ല, ഇടയ്ക്ക് ഇങ്ങനെ, അതായത് ഞാനൊരു വീട് വെച്ച സമയത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിന് 3 ഫേസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓരോന്നിനും നമ്മൾ നമ്പർ കൊടുക്കും. ബിക്കോസ് അവിടെ വെയിറ്റിംഗ് ആണ്, പോസ്റ്റ് വരുന്ന അനുസരിച്ച് മാഡം ഞാൻ ഇൻഫോം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവർ ഇടയ്ക്ക് വിളിക്കും, എന്താ പറയുക, മാം എങ്ങനെയുണ്ട്, ഹൗ ആർ യു, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ തിരിച്ചങ്ങനെ പറയാറുണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് ഒരു തലവേദനയായിട്ട് മാറുമ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ വിളിക്കുന്നത്, നമ്മൾ തമ്മിൽ ബ്ലഡ് റിലേഷൻ ഇല്ല, ആവശ്യമില്ലാതെ വിളിക്കേണ്ട കാര്യമില്ല, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളൂ.